BAMS അല്ലെങ്കിൽ ആയുർവേദ കൗൺസിലിംഗിൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതേപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അതെ, എങ്ങനെ കോളേജ് ചൂസ് ചെയ്യാം? കീം ത്രൂ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് ആക്ച്വലി പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. കേരളത്തിൽ തന്നെ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിലും BAMS കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇല്ലേ? അതെ, ജസ്റ്റ് ക്വാളിഫൈ ആളുകൾക്കും നല്ല മാർക്കുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലും, മാർക്ക് അധികം കുറവാണെങ്കിൽ പ്രൈവറ്റിലും സീറ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്? അതിനെപ്പറ്റിയാണ് ഒരു കൃത്യമായിട്ടൊരു ഐഡിയ കൊടുക്കാൻ പറ്റും. നമുക്ക് 2 പാർട്ടായിട്ട് പറയാം. ആദ്യം ജനറൽ അല്ലെങ്കിൽ OBC ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗവൺമെൻറ് തന്നെയാണ് ആദ്യം ഓപ്ഷൻസിൽ കൊടുക്കേണ്ടത്. സ്കോർ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിലും ഗവൺമെൻറ് തന്നെ ഓപ്ഷൻ കൊടുക്കുക. അതെ, ഓപ്ഷൻസ് ചൂസ് ചെയ്യാമല്ലോ. ഏത് മാർക്കുകാർക്കും ഗവൺമെൻറ് ആദ്യം. അപ്പം അത് പല കാറ്റഗറി അനുസരിച്ചാണ്. ചിലർക്ക് വീടിനടുത്തുള്ള കോളേജായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമുള്ള കോളേജായിരിക്കും. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചൂസ് ചെയ്യുക ഗവൺമെൻറ് കോളേജുകൾ. അതിൽ താഴേക്ക് പ്രൈവറ്റ് ചൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ നമ്മൾ അലേർട്ട് ആവണം. കാരണം താരതമ്യേന പല റേഞ്ചിലുള്ള കോളേജുകളുണ്ട്. നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്ന, നല്ല സ്റ്റാഫുകളുള്ള, നല്ല പേഷ്യൻ്റ് ഫ്ലോ ഉള്ള കോളേജുകളുണ്ട്. അതുപോലെ തന്നെ മോശം കോളേജുകളുണ്ട്. അതെ, കേരളത്തിലൊരു മിനിമം ക്വാളിറ്റി എല്ലാ കോളേജുകൾക്കും ഉണ്ട്, എങ്കിലും മോശം കോളേജുകളുണ്ട്. അതെ. അല്ല, നമ്മൾ ഒരു അശ്രദ്ധ കാരണം നമ്മളൊരു മോശം കോളേജിൽ പെട്ടുപോകരുത്. നമുക്ക് സ്കോർ ഉണ്ടായിട്ടും പെട്ടുപോകരുത്. ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് കാരണമാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട പ്രൈവറ്റ് കോളേജുകളിൽ നമ്മൾ കൃത്യമായിട്ട് അലേർട്ടായിരിക്കണം. അതെ, പൊതുവേ ഗവൺമെൻറ് കോളേജുകൾക്കുള്ളൊരു മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. പക്ഷേ പ്രൈവറ്റിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പം ഇപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള കോളേജോ അല്ലെങ്കിൽ കൂട്ടുകാരി പഠിക്കുന്ന കോളേജോ അങ്ങനെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈവൻ ഗവൺമെൻറ്റിനേക്കാളും മെച്ചമുള്ള അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫ്ലോ ഉള്ള, ഇൻഫ്രാസ്ട്രക്ചറുള്ള, പേഷ്യൻ്റ് ഉള്ള കോളേജുകൾ പ്രൈവറ്റിൽ അവൈലബിൾ ആണ് ആയുർവേദത്തിനെ സംബന്ധിച്ച്. അതാണ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പം SC ST OECക്കാരെ സംബന്ധിച്ച് ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലാണെങ്കിലും ഫീസില്ല. അതേസമയം അവർക്ക് ഗവൺമെൻറ്റിനേക്കാളും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ, SC ST OECക്കാർക്ക് ആക്ച്വലി ഫുൾ ഫ്രീ ആണ്. സോ അവരെ സംബന്ധിച്ച് എപ്പോഴും ഗവൺമെൻറ്റിനേക്കാളും നല്ല പ്രൈവറ്റ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ നോർമൽ സ്റ്റുഡൻസും ഈ പറഞ്ഞ ഗവൺമെൻറ് കോളേജിന് ശേഷം ഓപ്ഷൻ ഇടുമ്പോൾ കൃത്യമായിട്ട് നോക്കി ഏറ്റവും ബെറ്റർ കോളേജിലേക്ക് എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ SC ST OECക്കാർ ഗവൺമെൻറ് കോളേജോ സെൽഫ് ഫിനാൻസിങ് കോളേജോ മിക്സ് ചെയ്തിട്ടാലും ഏറ്റവും ബെറ്റർ കോളേജിലേക്ക് എത്താൻ ശ്രമിക്കുക. അതാണ് നമ്മൾ, കാരണം അവർക്ക് ഒന്നിനും ഫീസ് ഇല്ല. അതാണ് മനസ്സിലാക്കുന്നത്. ചില ട്രസ്റ്റുകളുണ്ടല്ലോ, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുണ്ട്. അതെ, എങ്ങനെയാണോ നമ്മുടെ കൺസേൺ എന്താണോ, നമുക്ക് പേയ്മെൻ്റ് ആണ് കൺസേൺ എങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്വാളിറ്റി മതി. നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും ബെറ്റർ കോളേജ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതനുസരിച്ച് എന്തിനും നമ്മളതിനെപ്പറ്റി കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ആയുർവേദത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോളേജ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. പേഷ്യൻ്റായിട്ടുള്ള ഡീലിങ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ നേരത്ത് ഒരു മിനിമം പേഷ്യൻ്റ് ഫ്ലോ ഉള്ള കോളേജ് ഹോസ്പിറ്റൽ ആക്ച്വലി വേണ്ടതാണ്. സോ കൃത്യമായിട്ട് നോക്കി ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ അടുത്ത 5.5 ഇയർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷനാണ് ആക്ച്വലി കോളേജിൽ നടക്കാൻ പോകുന്നത്. സോ അതനുസരിച്ചുള്ള പ്രിപ്പറേഷനോടുകൂടിയും മുൻകരുതലോടുകൂടിയും വേണം ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാൻ. അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തിരിച്ചുപോക്ക് പറ്റത്തില്ല. കീം അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്താൽ നമുക്ക് പിന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. വീണ്ടും ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. സോ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് കൊടുക്കുക. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇല്ല ആക്ച്വലി. കീം ഇല്ലാതെ നമുക്ക് ആയുർവേദത്തിന് ഓപ്ഷൻ ഉണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ആയുർവേദത്തിന് മാത്രമുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോഴും മാനേജ്മെൻറ്റ് സീറ്റ്സ് അല്ലെങ്കിൽ NRI സീറ്റ്സ് കീം ഇല്ലാണ്ട്. പക്ഷേ നീറ്റ് കമ്പൽസറി ആയിട്ടും ക്വാളിഫൈഡ് ആയിരിക്കണം. എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും മെറിറ്റ് ഓർഡറിലാണ് നല്ല കോളേജുകളിൽ കൊടുക്കുന്നത്. ഏറ്റവും ബെറ്റർ കോളേജ് നോക്കി നമുക്ക് എടുക്കാം. ഈവൻ കേരളൈറ്റ് അല്ലാത്തവർക്കും ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രം എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ കൺസേൺഡ് കോളേജിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ വിളിക്കാം. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.